നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യമുള്ള മുടി സൗന്ദര്യത്തിന്റെ മാത്രമല്ല, ആരോഗ്യമുള്ള ശരീരത്തിന്റെയും ലക്ഷണമാണ്. സ്ത്രീയായാലും പുരുഷനായാലും മുടിയുടെ സംരക്ഷണം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഡോക്ടർ ലൈവ് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം കൊച്ചി ക്യൂട്ടിസ് ക്ലിനിക്കിലെ കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നന്ദിനി നായർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് മുടിയുടെ സംരക്ഷണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാന പ്രശ്നവുമാണ് മുടി കൊഴിച്ചിൽ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങൾ പറയാം. പ്രധാനമായിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾ കൂടുതൽ ഡയറ്റിങ്ങും, അപ്പോൾ പോഷകാഹാരക്കുറവ്, പിന്നെ ഹോസ്റ്റലിലൊക്കെയുള്ള താമസം, അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ മെന്റൽ സ്ട്രെസ്, ഇപ്പോൾ എസ്പെഷ്യലി 10നും 10th and 12th 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ആ പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ എൻട്രൻസ്, പരീക്ഷയുടെ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്, പിന്നെ ഇപ്പോൾ ഇതുപോലെ ഭക്ഷണം ശരിക്കും കഴിക്കാതിരിക്കുക, പിന്നെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ കൂടുതലും കാണുന്നത് തൈറോയിഡിൻ്റെ ഹോർമോൺ പ്രശ്നം. പിന്നെ ഇന്ന് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞ ഹോർമോൺ പ്രോബ്ലം വളരെ കോമൺ ആണ് പിള്ളേർക്ക്. സാധാരണ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാടുണ്ട്. അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ആഹാരത്തിലുള്ള ഒരു ഈ പെസ്റ്റിസൈഡ്സിൻ്റെയും പിന്നെ ചിക്കനിലും ഇതിലുമൊക്കെ ഹോർമോൺ ആവശ്യമില്ലാതെ കുത്തിവെക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമായിട്ടായിരിക്കാം ഈ പോളിസിസ്റ്റിക് ഓവറി വളരെ കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞു ഹോർമോൺ പ്രശ്നങ്ങൾ മുടികൊഴിച്ചിലേക്ക് കാരണമാകുന്നു. അതെങ്ങനെയാണ് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമാകുന്നത്? അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തൈറോയിഡ് ഹോർമോണിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഇപ്പം കാണുന്നുണ്ട്. മിക്കവർക്കും തൈറോയിഡ് ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം, അതുകൊണ്ട് മുടി ഒരുപാട് കൊഴിഞ്ഞു പോകും. തിരിച്ചു മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. അതേപോലെ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിയിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. മുടി കൊഴിയാം, പല ഒബീസിറ്റി, മൂക്കക്കുരു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പിന്നെ ഉള്ളത് അനീമിയ, ഹീമോഗ്ലോബിൻ്റെ കുറവ്, അതുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഫിസിക്കൽ സ്ട്രെസ്, അതായത് ഇപ്പോൾ പ്രസവത്തെ തുടർന്ന് ഒരു സ്ത്രീക്കുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ, അത് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ 1 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കാം. പിന്നെ ഓപ്പറേഷൻ, അങ്ങനെ മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു സർജറി, ഇപ്പോൾ ബോഡിക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ ഉടനെ വരാറുണ്ട്. ഡോക്ടർ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഞാൻ ഇവിടുന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് മണ്ണാർക്കാട്ട് നിന്നാണ്. എന്റെ തലമുടി ഇപ്പൊ 26 വയസ്സ് മുതൽ നരച്ചു തുടങ്ങി. ഇപ്പൊ 31 വയസ്സായി. അങ്ങനെ ഒരു 20% ആയിരുന്നു ആദ്യം ഇങ്ങനെ തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു 50% നരച്ച തലമുടിയാണ്, വൈറ്റ് കളറ്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അത് മരുന്നിൽ മാറുമെന്നുള്ളതാണ്. അത് നമ്മളെ പാരമ്പര്യമായിട്ടാണ് നര വരുന്നത്, പാരമ്പര്യമായിട്ടാണ്. ഇന്ന് കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മളെ കെമിക്കൽസിന്റെ അമിത ഉപയോഗം കൊണ്ടും, പിന്നെ നമ്മൾക്ക് കിട്ടുന്ന വെള്ളം, കുളിക്കാൻ കിട്ടുന്ന വെള്ളത്തിലും ഒക്കെ അമിതമായിട്ട് കെമിക്കലുകൾ ഉള്ളത് കൊണ്ടൊക്കെ കൂടുതലായിട്ടും എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നരയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 10-12 വയസ്സാകുമ്പോൾ തന്നെ നരയുടെ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 25 വയസ്സിന് താഴെയുള്ളവർക്കാണ് സാധാരണ അകാല നര എന്ന് പറയുന്നത്. അപ്പോൾ 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മളതൊരു ഏജിങ്ങിൻ്റെ ഇതായിട്ട് തന്നെ അതിനെ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അകാല നരയാണെങ്കിൽ നമുക്ക് കാൽഷ്യം പാൻറ്റോത്തിനേറ്റ്, ബയോട്ടിൻ, ഇങ്ങനെയുള്ള ചില സാധനങ്ങളുടെ അതിൻ്റെ കുറവ് കൊണ്ട്, ഭക്ഷണത്തിലുള്ള കുറവ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ നല്ലപോലെ അത് സപ്ലിമെന്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്കത് പരിഹരിക്കാൻ കഴിയാറുണ്ട്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ. ഹലോ മാഡം, പറഞ്ഞോളൂ. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ഏജ് 35 ആയിട്ടുണ്ട്. ഒരു 10 വർഷമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, കുറേശ്ശെ നിരയുണ്ട്. പാരമ്പര്യമായിട്ട് ഫാദറിന് നിര ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ കുറച്ചുകാലം അബ്രോഡിലായിരുന്നു. അവിടുന്ന് വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഈ നിരയും തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ ആദ്യമൊക്കെ കുറച്ച് ഈ പച്ചമരുന്ന് അങ്ങനെയുള്ളതൊക്കെ തേച്ച് കുറച്ച് മുടി അന്ന് മുതൽ കൊഴിയാനും കൂടി തുടങ്ങി. നിരക്ക് വേണ്ടിയിട്ട് തേച്ചതായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഒരു മെഡിസിനോ അതേപോലെ തന്നെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻഡ്രഫ് ഉണ്ടാകുമ്പോ ഞാൻ സാധാരണ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് മുടി കൂടുതൽ കൊഴിയുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് ഷേവ് ചെയ്യാറുണ്ട്. ഷേവ് ചെയ്തിട്ട് മുടി അധികം വളർത്താറില്ല. ഇത് കുറച്ചൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ ഇതിപ്പോ പറയുന്നത് എനിക്ക് തോന്നുന്നു മെയിൽ പാറ്റേൺ ബാൾഡ്നെസ് എന്ന് പറയുന്നത്, മെയിൽ പാറ്റേൺ ഹെയർ ലോസ് കഷണ്ടി എന്ന് പറയുന്ന
അങ്ങനത്തെ തരത്തിലുള്ള, അതായത് തലയുടെ മുകൾ വശത്ത് മുൻപിൽ നെറ്റിക്ക് ഇരുവശവും മുടി കയറി വരിക, അതുപോലെ ബാക്കില് പുറകിലത്തെ മുടി പോകാറില്ല ഈ മെയിൽ പാറ്റേൺ ബാൾനെസ്സിൽ. അതിനും നമുക്ക് ഈ നരയുടെ കാര്യം ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതുപോലെ ഇതിനെല്ലാം കുറച്ച് പാരമ്പര്യത്തിന് നല്ല റോളുണ്ട്. അപ്പോൾ കഷണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ആൻഡ്രോജൻ ഹോർമോൺസിന്റെ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് കാരണമാണ്. അപ്പോൾ ഇപ്പോൾ ധാരാളം നമുക്ക് അതിനുള്ള മരുന്നുകളുണ്ട്, ആ ഒരു പ്രവർത്തനം അത് മാറ്റാനും. പിന്നെ അതുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മരുന്ന് പുരട്ടാനുള്ള മരുന്നുകളുണ്ട്. അത് കൂടാതെ നമുക്ക് വേറെ ട്രീറ്റ്മെന്റുകളും ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോ ലൈറ്റ് ലേസർ തെറപ്പി, ഇങ്ങനെ മൈക്രോ നീഡിലിംഗ്, ഇങ്ങനെ ഒരുപാട് ടെക്നിക്സുകൾ വന്നിട്ടുണ്ട്. അത് ഡെർമറ്റോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ടാൽ അതിനെ വിശദമായിട്ട് ചോദിച്ചിട്ട് മരുന്നുകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് നോക്കണം. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. പിന്നെ എന്റെ മുടി ഒരു 18 വയസ്സ് വരെ ഞാൻ പിന്നെ സാധാരണ വീട്ടിലുള്ള വെള്ളം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം കോർപ്പറേഷൻ വാട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അത് മുതൽ ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കാണ് മുടി. അപ്പൊ അത് നിൽക്കാൻ വെള്ളം ചെയ്യാൻ പറ്റുമോ? എന്ത് വെള്ളം ഉപയോഗിക്കുന്ന പറഞ്ഞേ? വീട്ടിലായിരുന്നപ്പോ വീട്ടിലെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. പിന്നെ പുറത്ത് പോകാൻ തുടങ്ങിയപ്പോ പിന്നെ കോർപ്പറേഷൻ വാട്ടർ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അതിനകത്തുള്ള കെമിക്കൽസ് എന്തെങ്കിലും കാരണമാവും? ഒരു പരിധി വരെ അത് കാരണമാവാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ക്ലോറിന് അതുപോലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടും, പിന്നെ കിട്ടുന്ന വെള്ളം തന്നെ ഒരുപാട് പൊള്യൂട്ടഡ് ആണല്ലോ, കെമിക്കലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. കോർപ്പറേഷൻ വാട്ടർ, അതുപോലെ കുഴൽ കിണറിലുള്ള വെള്ളം, അത് കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് മുടിയിൽ ഡെപ്പോസിറ്റ് പോലെയും താരന്റെ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. അതെ, മുടിയുടെ പ്രശ്നം എനിക്ക് എന്റെ മകൾക്കാണ്. പക്ഷെ അവള് കോളേജിൽ പോയി. പറഞ്ഞോളൂ. മുടി അവൾക്ക് ഒട്ടും മുടിയില്ല. ഉള്ള മുടിയെല്ലാം പിന്നെ 18 വയസ്സായി, +2 പഠിക്കാണ്. മുടിയില്ല, മുടി കംപ്ലീറ്റ് ഊരിപ്പോയി. നല്ല തടിയുണ്ട്, നല്ല വണ്ണമുണ്ട്. അപ്പൊ ഇതുപോലെ ഹോർമോണിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഒരു സ്കിന്നിന്റെ ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഹോർമോൺ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പോളിസിസ്റ്റിക് ഓവറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും ആ കുട്ടിക്ക്. അപ്പൊ അതിനുള്ള ചികിത്സ, വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകിയാൽ ഇതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. ഞാൻ പള്ളിക്കന്ന് വിളിക്കാണ്. എന്റെ വൈഫിന് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇപ്പം മുടി കുറെയൊക്കെ ഇങ്ങനെ ഊരി പോവുകയാണ്. ഡാൻഡ്രഫും വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഒരു തൈറോയിഡിന് മരുന്ന് ഡോക്ടറെ കാണിക്കുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അതെ, ചെയ്യുന്നുണ്ട്. എന്താ കഴിക്കുന്നത് ഇപ്പൊ മരുന്ന്? ആയുർവേദമാണ്. അത് ആയുർവേദം കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടെന്നല്ല, പക്ഷെ ശരിക്കും അത് നമ്മൾ ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു എൻഡോക്രൈനോളജി വിദഗ്ധനെ തന്നെ കാണണം. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം തൈറോയിഡ് ഹോർമോണിന്റെ മരുന്നുകൾ നമ്മൾ കഴിക്കുക. അതല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് നമ്മൾ ഇതൊരു ആയുർവേദ ഹോമിയോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സയന്റിഫിക് ആയിട്ട് ശരിക്കും അത് ടെസ്റ്റ് ചെയ്ത് ശരിയാവുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്കപ്പും കൂടി ചെയ്യണം. അടുത്തൊരു കോളിലേക്ക് പോകാം. ഡോക്ടർ, ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. മാഡം, എന്റെ പേര് ഡിബിൻ. എനിക്ക് 21 വയസ്സുണ്ട്. എനിക്കിപ്പോ 2 മാസമായിട്ട് മുടി നരയ്ക്കുന്നു, അതുപോലെ ശരിക്കും താരനുണ്ട്. അത് എന്തുകൊണ്ടാന്ന് അറിയാൻ വേണ്ടിയാ. നരയ്ക്കുന്നതിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ചു മുമ്പേ ഉത്തരം പറഞ്ഞു. അപ്പൊ അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. പിന്നെ താരൻ എന്ന് പറയുന്നത് എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഇതാണ്. താരൻ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള സംഗതിയാണ്. അതായത് നമുക്കെല്ലാം മുടിയുടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന ഗ്രന്ഥികളുണ്ട്. അതാണ് നമുക്ക് ഈ മുടിക്ക് ഒരു സ്വതസിദ്ധമായിട്ടുള്ള എണ്ണമയം തരുന്നത്. അപ്പോൾ ആ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ കുറച്ച് അമിതമായിട്ട് വരിക, അത് മിക്കവാറും ഹോർമോണിന്റെ സ്വാധീനത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് കട്ട പിടിച്ച് പിന്നെ തലയിൽ തന്നെ നമ്മുടെ തൊലിയിലുണ്ടാവുന്ന ഡെഡ് സെൽസ്, ഡേർട്ട്, ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഈ താരൻ എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും ഒരു നോർമലാണ്. അപ്പം അതിന് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറിയ ചൂടോടുകൂടി തലയോട്ടിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച ശേഷം ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. അതല്ല, ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഈ ലോഷൻസ് ഉണ്ട്, അതായത് ലീവ് ഓൺ പ്രിപ്പറേഷൻ എന്ന് പറയും.
അപ്പോൾ നമുക്ക് തലേദിവസം രാത്രി ഈ മരുന്ന് തലയിലെല്ലാം പുരട്ടി കിടന്നിട്ട് രാവിലെ ഷാമ്പു ചെയ്ത് കളയാം. ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിനെ കാണിച്ചാൽ ഇതിനുള്ളൊരു പരിഹാരം കിട്ടും തീർച്ചയായിട്ടും. മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മോന് 17 വയസ്സ് കഴിഞ്ഞു ഡോക്ടറെ. മോന്റെ മുടി മുഴുവൻ നരക്കിയാണ്. നല്ലോണം നരയ്ക്കുന്നുണ്ട്. നരയ്ക്കുന്നതിന് നമ്മൾ വിറ്റമിൻസ്, കാൽഷ്യം പാൻറ്റോത്തനേറ്റിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. കുറച്ച് നമുക്ക് പാരമ്പര്യമുണ്ട്. അപ്പൊ ഇപ്പോൾ ഒരു നരയ്ക്കുള്ള ധാരാളം മരുന്നുകളുണ്ട്. അത് കഴിക്കുക, ഒരു ഡോക്ടറെ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അത് കഴിക്കുക. മിക്കവാറും അതൊരു 6 മാസം മുതൽ 1 കൊല്ലം വരെയൊക്കെ കഴിക്കുമ്പോൾ ഇനി വരുന്ന മുടിയെ, ഇപ്പോൾ നരച്ച മുടിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി വരുന്ന മുടിയെ നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഡോക്ടർ, മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? മുടി കൊഴിച്ചിൽ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു 20 തൊട്ട് 100 മുടി വരെ ഒരു ദിവസം പോവും. അത് നോർമലാണത്. നമ്മുടെ മുടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു റെസ്റ്റിംഗ് ഫേസിൽ പോവും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ 100 മുടിയിൽ കൂടുതൽ എന്നും പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതൊരു മുടി കൊഴിച്ചിലായിട്ട് കണക്കാക്കുന്നത്. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, ചികിത്സ എടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് താരന്റെ പ്രശ്നം. അതെന്തുകൊണ്ടാണ് താരൻ ഉണ്ടാകുന്നത്? താരൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഓയിലി സെക്രഷന്റെ. അത് തടയാൻ എന്തെങ്കിലും മാർഗം? താരൻ തടയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ദിവസം വാം ഓയിൽ പിന്നെ ഷാംപൂ, അതല്ലെങ്കിൽ അതിനുള്ള മരുന്നുണ്ടല്ലോ അത് തേച്ച് രാത്രി, ഞാൻ പറഞ്ഞു ലീവ് ഓൺ പ്രിപ്പറേഷൻ ഉണ്ട്, അത് പുരട്ടി കിടന്ന് രാവിലെ കഴുകി കളയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കൺട്രോൾ കിട്ടും. പക്ഷെ പൂർണ്ണമായിട്ടും മാറ്റാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊന്നാണ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മുടിക്ക്. അത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് തീർച്ചയായിട്ടും ദൂഷ്യം ചെയ്യുന്നുള്ളതിന് സംശയമില്ല. പ്രധാനമായിട്ടും കളറിംഗ് ആണ്. ചെറുപ്രായത്തിലെ കളറിങ്ങും, പ്രായം ചെയ്യുന്നവരാണെങ്കിൽ ഗ്രേ, അവരുടെ നരച്ച മുടി മറയ്ക്കാനായിട്ട് ഡൈയിങ്ങും. ഇതിൽ രണ്ടിലും പാരാഫിനിലിൻ ഡയമീൻ അല്ലെങ്കിൽ PPD എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് ഉള്ളത്. PPD, അമോണിയ, ഇത് രണ്ടും നമുക്ക് ഒരുപാട് അലർജിക് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ ഒരാൾ വന്നിരുന്നു അലർജി ആയിട്ട്, വളരെ തല മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിയൊലിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. അതുകൂടാതെ മൈഗ്രെയിൻ, തലവേദന, പിന്നെ കണ്ണിന് വീക്കം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ അതൊരു കാഴ്സനോജനും കൂടി ആയി തീരാം. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ വെളിയൂരിൽ സ്റ്റാഫില്ല, തിരുവനന്തപുരത്ത്. എന്റെ മോന് 6 വയസ്സായിട്ട് മുടിയെല്ലാം പോയി. ഇപ്പൊ ഒരു മുടിയില്ല, ഓരോ ഡോക്ടറെയും കാണിച്ചു. 6 വയസ്സോ? 6 വയസ്സായപ്പോ. ശരി, ഓക്കെ. പാച്ച് ആയിട്ടാണോ? ഒരു വട്ടത്തിലുള്ള പാച്ചസ് പോലെയാണോ മുടി പോകാൻ തുടങ്ങിയത്? ഈ മുടി സാധാരണ വയസ്സായവർക്ക് പറയൂ ആൾക്കാർക്ക് തോന്നുന്ന പോലെ എല്ലാ മുടിയും അങ്ങനെ ആയിരിക്കും, സ്കിന്നല്ല. സാധാരണ ചെറുപ്രായത്തിലെ മുടി പോകുന്നത് നമ്മൾ അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ് ഒരു പാച്ച്, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു രോഗമുണ്ട്. അത് തുടങ്ങി, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് പ്രതിരോധ ശക്തി നമുക്കെതിരായിട്ട് തിരിയുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ മുടിയുടെ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു ഇതാണ് അലോപീഷ്യ ഏരിയേറ്റ. അത് സാധാരണ രീതിയിൽ ചിലവർക്ക് അപൂർവം അത് വലുതായി, ആ പാച്ചസ് വലുതായി ഫുൾ മുടി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. അതിന് നമുക്ക് ചില ആൾക്കാർക്ക് മാത്രം, നമുക്ക് തുടക്കത്തിലെ ആണെങ്കിൽ ചികിത്സ കൊണ്ട് ഫലം തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. ചികിത്സയൊന്നും ഇല്ലാതെ തന്നെയും ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ മുടി ഉണ്ടാവുന്നതും കാണാറുണ്ട്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. പറഞ്ഞോളൂ. 1-2 മാസമായിട്ട് എന്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുക. ഭയങ്കര തിക്നെസ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പൊ 1-2 മാസമായിട്ട് കൊഴിഞ്ഞോണ്ടിരിക്കുക. കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞാ മുടിയിൽ കണ്ടമാനം. എത്ര വയസ്സാണ്? 21 വയസ്സായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപിലത്തെ മുടിയാണോ പോകുന്നത്? ഇല്ല, എല്ലാ സൈഡിൽ നിന്നും പോകുന്നുണ്ട്, നിറയൊന്നും പോകുന്നുണ്ട്. അതെ, എവിടെ താമസിക്കുന്ന? എവിടെയാ സ്ഥലം? വലപ്പാട്, തൃശ്ശൂർ. ഇവിടെ തന്നെ, വലപ്പാട്. അപ്പൊ അത് മുടി കൊഴിച്ചിലിന് അപ്പൊ ഞാൻ നേരത്തെ കുറെ കാരണങ്ങൾ പറഞ്ഞല്ലോ. പുരുഷന്മാർക്കും സ്ത്രീകളുടെ പോലെ പുരുഷന്മാർക്കും ഇപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം ഒരുപാട് കാണുന്നുണ്ട്. ഒന്ന് ആരെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് തൈറോയിഡ് ഹോർമോണും എല്ലാം കംപ്ലീറ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യൂ, എന്നാലേ നമുക്ക് അതിന് മരുന്ന് എന്താന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു